എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 ബിഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/keen2025/ എന്നുള്ള പേജിലൂടെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നുള്ള ലിങ്ക് വഴിയോ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സെയിം കോളേജിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടണം. അതുപോലെ തന്നെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് വേറൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് മാറ്റം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സെയിം കോളേജിൽ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ആയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, അതായത് ഈ ഒരു ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുന്ന പേജിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബിഫാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ചില സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ബിഫാം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കീം 2025 അലോട്ട്മെൻറ്റ് ടു ബിഫാം കോഴ്സസ് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ സീരിയൽ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഈ ഒരു ബിഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണ്, അതുപോലെ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ ബിഫാം കോഴ്സാണ്, അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി ഏതാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കാറ്റഗറി ഏതാണെന്ന് കാണാനായിട്ട് പറ്റും. SM എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതുപോലെ SMMU എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റിൽ മുസ്ലിം റിസർവേഷനുള്ള സീറ്റാണ്. അതുപോലെ SMEZ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റിൽ വിഭാഗത്തിനുള്ള റിസർവേഷനാണ്. അതുപോലെ തന്നെ പല വിഭാഗങ്ങൾക്കും ഇതേ രീതിയിൽ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സീറ്റിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ലിസ്റ്റിൽ, അതായത് ആ ഒരു PDF-ൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സെയിം കോളേജ് തന്നെയാണ് വീണ്ടും കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു തവണ അഡ്മിഷൻ നേടിയ കോളേജിൽ വീണ്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി വരെയാണ് കോളേജിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്കിവിടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് നമ്പറാണോ കാണുന്നത് അതാണ് ഇവിടെ ആക്സസ് കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ ടൈമിലും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ആ ഒരു നമ്പർ ചേഞ്ച് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ആ ഒരു ഡാറ്റ ഷീറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ 1-2 കോപ്പി അല്ലെങ്കിൽ 2-3 ഒരു 3 വീതം കോപ്പികൾ ഈ ഡാറ്റ ഷീറ്റിൻ്റെയും അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും എടുത്തു വെക്കുക. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ വല്ല സ്കോളർഷിപ്പോ മറ്റോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റ ഷീറ്റും ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് എക്സ്ട്രാ 2-3 കോപ്പി എടുത്തു വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസായിട്ട് നിങ്ങൾ അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 7,000 സംതിങ് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവും. ബാക്കി പൈസ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ ടൈമിൽ എത്രയാണ് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഒരു 15,500-ഓളം 15,000-ൽ 17,500-ഓളം രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് ആണ് കിട്ടിയതെങ്കിൽ 1,56,000 സംതിങ് രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ഫീസിൽ നിങ്ങൾ എത്ര രൂപ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കണം, അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ എത്ര രൂപ അഡ്മിഷൻ ടൈമിൽ അടക്കണം, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ അതിൽ നിങ്ങളുടെ റോൾ നമ്പർ, പേര്, അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ്, കോഴ്സ്, ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, താല്പര്യമില്ലാത്ത കോളേജാണ് കിട്ടുകയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുകയോ ചെയ്യാം. അപ്പോൾ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഇനി വരുന്ന ഈ ഒരു കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളും കൃത്യമായിട്ട് നിങ്ങൾക്കതിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷനുകളൊന്നും ആ ഒരു ഘട്ടത്തിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകിയിട്ടുള്ള കോളേജ് കോഴ്സുകളൊക്കെ വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സെപ്റ്റംബർ 12-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.